അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിന്റെ പേരും പറഞ്ഞ് അവളിവിടെ വരാൻ പാടില്ല. ആ ദേവിക. ദേവിക പുറത്തുള്ള ആളല്ല, ഈ വീട്ടിലെ കുട്ടി തന്നെയാ. ഒഫീഷ്യലായിട്ട് അതാവട്ടെ, അപ്പൊ നമുക്ക് വേണ്ട ബഹുമാനം കൊടുക്കാം. ഈ കണക്കിനാണെങ്കിലേ അതാവാൻ ഇനി അധികം സമയമൊന്നുമില്ല. ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി. ഡിവോഴ്സ് അല്ലേ? ആ. ജോയിന്റ് പെറ്റീഷൻ ഒപ്പിട്ട് തന്നു എന്നുള്ളത് നേരാ. പക്ഷെ കോടതി വഴി അത് സ്ഥാപിച്ചെടുക്കുന്നത് വരെ എന്റെ അവകാശം അവകാശമായിട്ട് തന്നെ നിലനിൽക്കും. അത് ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരം ഉണ്ടായിരിക്കില്ല. പറഞ്ഞ നാവെടുത്തില്ല, അതിനും എഴുന്നല്ലോ. നിന്നോട് എങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഒന്ന് നിർത്താവോ? ഇവിടെ തീ തിന്നുകൊണ്ടിരിക്കുക മനുഷ്യൻ. അപ്പോഴേ അവളുടെ ഒരു നിനക്ക് ഔചിത്യം എന്നൊരു സാധനമില്ലേ? ദേവിക വന്നിരിക്കുന്നത് ഞങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കാനാ, അല്ലാതെ നീയുമായി തർക്കിക്കാനല്ല. സാരമില്ല ചേട്ടച്ച, ഓരോരുത്തർ അവരവരുടെ നിലവാരം കാണിച്ചോട്ടെ. ഓ, നിനക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ അല്ലേ നിന്റെ അമ്മായിയമ്മയെ കാണാനില്ലാത്തത്. എന്നിട്ടും ദേവിക വന്നില്ലേ? നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേർന്നില്ലേ? അതിനാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇവളെന്ത് ചെയ്താലും നിങ്ങൾക്കത് നന്നായിട്ട് തോന്നും. ഇതേ കാര്യം ഞാനാണ് ചെയ്തെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. തോളി ചുമന്നാണ്ട് നടന്നോ? ഇതുപോലുള്ള മാലിന്യങ്ങൾ ചുമക്കാനാ നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ വിധി. ഇതുവരെ ചുമന്നോണ്ടിരുന്നതാണ് മാലിന്യം. അതായത് അത് നീയാ. ദേവിക എനിക്ക് മാലിന്യമല്ല, കളഭമാണ്. അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ നിനക്ക് പറ്റാത്തത് നേരത്തെ നീ പറഞ്ഞില്ലേ, നിലവാരം. അത് നിനക്കില്ലാത്തത് കൊണ്ടാ. ഭയങ്കര നിലവാരമാണല്ലോ ഇവൾക്ക്. മതി വഴക്കിട്ടത്. ചന്ദ്രേ, നീ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അകത്തേക്ക് കയറിപ്പോ. പോകാൻ. അവള് പറഞ്ഞത് കാര്യമാക്കണ്ട. ദേവിക വാ. ഈ ഒരളി വന്ന മദ്ദളത്തോട് സങ്കടം പറയുന്നൊരവസ്ഥയായി ഇപ്പൊ എന്റേത്. എന്റെ അമ്മയെ കാണാനില്ലാത്ത സങ്കടം, സ്വന്തം ചേച്ചിയെ കാണാനില്ലാത്ത സങ്കടത്തിൽ മുങ്ങി നിൽക്കുന്ന സിദ്ധുവിനോട് ഞാൻ എങ്ങനെ പറയും? സങ്കടം പറഞ്ഞ് കരയുമല്ല, കാണാതായവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതാ നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം കൊടുത്താലോ? ഇത് ഞാനും ആലോചിച്ചതാ. എവിടെന്നെങ്കിലും ഒരു വിളി വരാതിരിക്കില്ല എന്നെന്റെ മനസ്സ് പറയുന്നു. ഒന്നുകിൽ നാട്ടുകാർ നമ്മളെ വിളിച്ചു പറയും, അല്ലെങ്കിൽ അല്ല, വേറൊന്നുമല്ല, നമ്മളെല്ലാ വശവും ചിന്തിക്കണമല്ലോ. രണ്ടുപേരെയും ഒരാള് എവിടെയെങ്കിലും ബലമായിട്ട് താമസിപ്പിച്ചിരിക്കാന്ന് വിചാരിക്കുക. ഒരു കസ്റ്റഡി പോലെ. പരസ്യം വന്നാൽ അവർക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേ? അപ്പോ അങ്ങനൊരു സാധ്യത കൂടി ഇതിലുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സിദ്ധു. അല്ലെങ്കിൽ പിന്നെ അവരെവിടെ പോയി? അതിനുള്ള ഉത്തരം കിട്ടാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പലതും ചിന്തിക്കേണ്ടി വരും. ചിന്തിക്കണം. ഞാനും അങ്ങനൊരു സാധ്യതയെ പറ്റിയാ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും വായുവിൽ ഒരാള് നിന്ന നിൽപ്പില് അപ്രത്യക്ഷമൊന്നും ആവില്ലല്ലോ. അതിന്റെ പിന്നില് ആരോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. സിദ്ധുവിനും കൂടി അങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് പത്രപരസ്യം ഉടനെ കൊടുക്കണം. എത്രയും പെട്ടെന്ന് നടന്ന അത്രയും നല്ലത്. വീട്ടുകാർക്കൊരു ചീത്തപ്പേരാ, അതുകൊണ്ടാ പലരും മടിക്കുന്നത്. ചീത്തപ്പേരിനേക്കാളും നമുക്ക് പ്രധാനം ഇപ്പൊ അവര് തിരിച്ചു വരിക എന്നുള്ളതാ. ചീത്തപ്പേര് കുറച്ചു കഴിയുമ്പോ എല്ലാരും അങ്ങ് മറന്നു പോയിക്കോളും. പക്ഷെ ആളെ കണ്ടുപിടിക്കണം, അതാ വേണ്ടത്. പോലീസിന്റെ പെർമിഷൻ എടുക്കേണ്ടി വരും. പരാതി കൊടുത്തിരിക്കുകയാണല്ലോ.
ആ പെർമിഷനും കൊണ്ട് ചെന്നാലേ പത്രങ്ങള് അത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കൂ. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ചെയ്യണം സിദ്ധു. ഇതോടി സംസാരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ചെയ്യാം. ഇപ്പൊ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം.